ഞങ്ങൾ ഒരുങ്ങി ഗൈസ്. ഫോൺ കേസൊക്കെ മാറ്റി പുതിയ കേസാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. മാല. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. മറ്റൊരു ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കേട്ടോ എക്സൈറ്റ്മെൻറ്റ്. ഹലോ, ഞാൻ ഫേസ് ആയിരുന്നപ്പോൾ കുറച്ച് വരികയല്ല. ഷോർട്ട് വീഡിയോസാണ് ഐഡിയയിൽ, അധികം ലോങ് വീഡിയോസ് ആയിട്ടാറില്ല. എന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ആളും ഡ്രസ് കോഡൊക്കെ. ബട്ട് സാഹചര്യം മൂലം ഡ്രസ് കോഡാക്കാൻ പറ്റിയില്ല. ഡ്രസ് കോഡാക്കാൻ പറ്റിയില്ല, പക്ഷെ നമുക്ക് ഇത് കുടുങ്ങിയേക്കും ഭയങ്കര ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങൾ 4 പേരേലും ആദ്യം പോകാമെന്ന് വിചാരിച്ചതിന്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, ഗേൾസ് എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യം 4 ആൾക്കാരാണ് പറഞ്ഞത് ഗേൾസായിട്ട്. കുറച്ചുകൂടി ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴേ അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സാഹചര്യം എങ്ങനെയോ അങ്ങനെയാണ്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് മരുന്നൊക്കെ എടുത്തില്ല. അപ്പൊ പുറത്ത് പോയപ്പോ മരുന്ന് എടുത്തില്ല. ഞങ്ങള് ഇങ്ങനെ വീട്ടിൽ എത്തിട്ടാ. പുതിയ വീടാണ്, അപ്പം കല്യാണ വീടുമാണ്. അവിടെ എത്തി. ഷാള് കിട്ടിയാ? ആദ്യത് ഷാള് കിട്ടിയാ? മീനോ കൈ എടുക്കുന്ന ആള് ഒരുമുള്ളൂ ഗൈസ്. ഒരു ഹായ് പറയൂ. കിളില്ല ഹായ് ഇടയ്ക്ക്. മുഹമ്മദ് ആദിൽ അലിനെ നിക്കാഹ് ചെയ്തിട്ട് സമ്മതം. ഞങ്ങള് ഉച്ചോർത്തൊക്കെ പോവാണ് ഗൈസ്. 9 മണിക്കാട്ടോ നിക്കാഹ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അജുബ ഓഡിറ്റോറിയത്തേക്ക് എത്തി. ഇങ്ങനെ കാറിനും ഫോട്ടോസൊക്കെ എടുക്കാനു. റിനു താത്തയാണോ? താത്താനെ നോക്ക്. താത്താനോട് രസമുണ്ട് പറഞ്ഞ. രസമുണ്ട് പറഞ്ഞ ഒരു കിസ് കൊടുത്താ കൊടുത്താ ചൊറുക്കൊക്കെ നോക്കേ. അങ്ങനെ ഉടിച്ചോടത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓളാർക്കാട്ടോ. ഡ്രസ്സ് നല്ല കനുണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് കാർക്ക് കയറിയതും കാറിന് ഇറങ്ങിയതും. അങ്ങനെ അവസാനം ഓൾ ഇറങ്ങി. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് അടുത്ത എൻട്രി ഞങ്ങളുടേതായിരുന്നു. മണവാട്ടിനേറ്റ് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറുകയാണ്. എന്തായാലും ഫുഡ് മസ്റ്റാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് അടിക്കാൻ പോയതാട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതിന് വയറ് നിറയെ ഞങ്ങൾ ഫുഡ് അടിച്ച് നേരെ സ്റ്റേജിൽ മുക്ക് പോയി ഞങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 വയ്യാത്ത ആൾക്കാരുണ്ട് നിങ്ങളവിടെ. ഞങ്ങൾക്ക് ഇനി അടുത്ത ഡ്രസ്സ് മാറാൻ വേണ്ടി വരും. അതോടൊപ്പം ഞങ്ങൾക്കും ഡ്രസ്സ് മാറണം. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് ഓളെ, കാരണം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരം വൈകും വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ഫുഡ് അടിക്കാൻ പോവുകയാണ് അറിഞ്ഞു. അപ്പം ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചോറ് ഇത്തിരി തിന്നത്. അടുത്ത ഡ്രസ്സ് മാറാൻ പോവാം.